ബ്രസീൽ കൊമ്പന്മാരാണ്, കൊലക്കൊമ്പന്മാരാണ്. കാരണം 5 ലോകകപ്പ് നേടി, ബാക്ക് ടു ബാക്ക് കപ്പ് നേടി, ഒരുപാട് അട്ടിമറി ജയങ്ങൾ നടത്തി, ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം കൊടുത്തു. പക്ഷേ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരൊറ്റ ടീമേ ഉള്ളൂ, അത് നോർവേയാണ്. നെയ്മർ ഉണ്ടെങ്കിൽ അത് ശരിക്കും വിനീഷ്യസിൻ്റെ മുകളിലുള്ള ഭാരവും കുറേ കുറയും. കാരണം വിനീഷ്യസിന് വൈഡറായിട്ട് കളിക്കാൻ സാധിക്കും. ബ്രസീലിന് ശരിയായിട്ട് ശക്തി എന്ന് പറഞ്ഞാൽ മധ്യനിരയില്ല, അവരുടെ സ്ട്രൈക്കേഴ്സും മധ്യനിരയും ഒത്തിണക്കത്തോടെ കൂടി കളിക്കുന്നുണ്ടെങ്കിലാണ് അവർ ശരിക്കും ഒരു വലിയൊരു പവറായി മാറുന്നത്. എത്രത്തോളം നിർണായകമാകാം ഹാളണ്ട്? സംഗീതത്തിൻ്റെ ഒരു താളവും ഈ ഒരു അത്ലറ്റിക്സിലെ ഒരു സ്പ്രിന്റ് വേഗതയും എല്ലാം അടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഹാലൻഡിൻ്റെ ഒരു മുന്നേറ്റം. ആക്രമിച്ചാൽ മാത്രം പോരാ, ഹാലൻഡിനെ പോലെ ഒരു പടക്കുതിരോ ഒരു പിന്നെ ആകാശത്തെ പിടിച്ച് കിട്ടുക എന്നുള്ളൊരു ചുമതല കൂടി അവരുടെ മിഡ്ഫീൽഡിലുണ്ട്. ഈ ഒറ്റയാനെ തളയ്ക്കാൻ വാരിക്കുഴിയാണോ മയക്കുപിടിയാണോ ആൻസലോട്ടി കരുതി വെച്ചതെന്ന് നമുക്കറിയില്ല. അതിനെ ആശ്രയിച്ചിരിക്കും ബ്രസീലിൻ്റെ ഭാവി. അതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒറ്റയാൻ കാട് കീഴടക്കും, നാട്ടിൽ കയറും, നാടും കീഴടക്കും. ഇപ്പോൾ ലോകകപ്പ് മത്സരാവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അർജൻറ്റീന കേപ്പ് വെർദെ കളിയും കൂടെ ആയപ്പോഴത്തേനും സ്ട്രെസ്സിൻ്റെ പീക്കിലായി. ലോകകപ്പ് ആവേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മികച്ച മത്സരം കാണുന്നത് ഇന്നലെ അർജൻറ്റീന കേപ്പ് വെർദെ മത്സരമാണ്. ഇനി വരാനുള്ളത് ബ്രസീൽ നോർവേ മത്സരമാണ്. ബ്രസീലിനെ പോലൊരു ടീം കളിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ആവേശവും ഫാൻസിനും ആരാധകർക്കും എല്ലാവർക്കും ഉണ്ടാവും. നോർവേയിലേക്ക് വരുമ്പോൾ ഹാളണ്ടിനെ പോലൊരു വലിയ പ്ലെയർ ഉണ്ട്, ബ്രസീലിനും അതേപോലെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, നെയ്മർ ഉണ്ട്. ഇന്നത്തെ കളിയിൽ ശരിക്കും ആരായിരിക്കും സൂപ്പർ താരങ്ങളുടെ മത്സരമായിരിക്കും അതോ രണ്ട് ടീമുകളുടെ തന്ത്രങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും? ഫുട്ബോളിൽ ചരിത്രത്തിനോ അല്ലെങ്കിൽ പഴയ പ്രതാപത്തിനോ കണക്കുകൾക്കൊക്കെ എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അതൊക്കെ ഇല്ലാതെ ഈ സമീപ ദിവസങ്ങളിലെ മത്സരങ്ങളൊക്കെ തെളിയിച്ചു. പക്ഷേ ഈ ബ്രസീലും നോർവേയും ഏറ്റുമുട്ടുമ്പോൾ പഴയ കണക്കുകൾ എടുത്ത രസകരമായ ഒരു വസ്തുതയുണ്ട്. ബ്രസീൽ കൊമ്പന്മാരാണ്, കൊലക്കൊമ്പന്മാരാണ്. കാരണം 5 ലോകകപ്പ് നേടി, ബാക്ക് ടു ബാക്ക് കപ്പ് നേടി, ഒരുപാട് അട്ടിമറി ജയങ്ങൾ നടത്തി, ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം കൊടുത്തു. പക്ഷേ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരൊറ്റ ടീമേ ഉള്ളൂ, അത് നോർവേയാണ്. അവർ തമ്മിൽ 4 തവണ മത്സരിച്ചു. ഒരു തവണ ലോകകപ്പിലും കുറച്ച് ഫ്രണ്ട്ലിയൊക്കെ. പക്ഷേ ഇതുവരെ ബ്രസീലിന് നോർവേയെ പരാജയപ്പെടാൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാ ടീമുകളെയും, ജർമ്മനി ആണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും എല്ലാവരും ബ്രസീൽ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നോർവേ ഇതുവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. നോർവേയും ബ്രസീലും തമ്മിൽ സത്യത്തിൽ താരതമ്യങ്ങളൊന്നുമില്ല. കാരണം ഇത്രയും പ്രതാപമുള്ള ടീം, ഇത്രയും ശക്തരായ ടീം, നോർവേക്ക് അങ്ങനെ ഒന്നുമില്ല, വലിയ പാരമ്പര്യമില്ല. ലോകകപ്പിൽ തന്നെ 3-4 തവണയോ മറ്റാണ് അവർ കളിച്ചിട്ടില്ല, ഒരുപാട് തവണ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പഴയ കളിക്കാരുടെ പട്ടിക എടുത്താൽ ഒരു ലെജൻഡിനെ നമുക്ക് എടുത്തു കാണിയാൻ ഇതുവരെയില്ല. വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ ഇല്ലാത്തൊരു ടീമാണ് നോർവേ. ഡെൻമാർക്ക്, ഇവിടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഡെൻമാർക്കാണ് അതിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ടീം. പക്ഷേ നോർവേക്ക് അതൊന്നുമില്ല. എന്നിട്ടും ബ്രസീലിന് ഇതുവരെ നോർവേയെ പരാജയപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും കൂടി ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ മുഖാമുഖം വരുന്ന സമയത്ത് ഇങ്ങനെ കൗതുകകരമായ ഒരു കണക്ക് അവിടെയുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു കണക്കിന് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ വളരെ ശക്തരാണ്. ഇപ്പോഴത്തെ നോർവേ പഴയ നോർവേയിലെ വളരെ ശക്തരാണ്. കാരണം പഴയ നോർവേ പോലെയല്ല, ഇപ്പോഴത്തെ നോർവേയിൽ ഹാലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റയാനുണ്ട്, ഒരു വലിയ ലെജൻഡുണ്ട്. അത് മതി, ഒരു ഹാലണ്ട് മതി ഒരു 10 ലെജൻഡുകൾക്ക് തുല്യമായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ക്ലാസിക് പോരാട്ടത്തിന് തന്നെയായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുക. കടലാസിലെ കണക്കുകളല്ല, ഇപ്പോഴത്തെ ഈ ലോകകപ്പിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ അപാരമായ ഫോമിലാണ് നോർവേ, അപാരമായ ഫോമിലാണ് ഹാലണ്ട്. ബ്രസീൽ അത്ര ഉജ്ജ്വലമായ ഒരു ഫോമിലാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം വിനീഷ്യസ് ഉണ്ട്, നെയ്മർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവരുടെ ഒരു ശരിയായിട്ടുള്ള ബ്രസീലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം ഇതുവരെ പുറത്തു വന്നു കാര്യം സംശയമാണ്. കാരണം അവർ മൊറോക്കോയോട് സമനില വഴങ്ങേണ്ടി വന്നു. ഇപ്പം ഫ്രാൻസിനോടുള്ള ഒരു മത്സരം മാറ്റി നിർത്തിയാൽ ശരിക്കും നല്ല ഫോമിലാണ് നോർവേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രീ ക്വാർട്ടറിൽ നടക്കാൻ പോകുന്നത് ശരിക്കും തുല്യ ശക്തികളുടെ ഒരു പോരാട്ടമാണ്. ശരിക്കും ടീമുകൾ തമ്മിലുള്ള മത്സരം എന്നതിലുപരി ഒരു പക്ഷേ അത് അവിടുത്തെ ലീഡിംഗ് സ്റ്റാർസ് തമ്മിൽ, സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കാം. ഒരു വിനീഷ്യസ് ഹാലണ്ട് പോരാട്ടമായിട്ട് ചിലപ്പോൾ അത് മാറിക്കൂടായില്ല. ബ്രസീലിൻ്റെ കഴിഞ്ഞ കളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ അവരൊരു മെല്ലെപ്പോക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് അവർ ഗെയിമിലേക്ക് കടക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് നോർവേക്കെതിരെ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ശരിക്കും ഫുട്ബോളിൽ ഒരു കളി ശരിക്കും ജീവൻ വെക്കേണ്ടത് മധ്യനിരയിലാണ്. ഈ മധ്യനിരയിൽ നിന്ന് ജീവൻ വെക്കുന്ന നീക്കങ്ങൾ വേണം മുൻനിരയിലേക്ക് എത്താൻ. മധ്യനിര എപ്പോഴൊക്കെ തളരുന്നു അവിടെ ടീമുകളൊക്കെ തളരും. സത്യത്തിൽ ഈ ലോകകപ്പ് കളിക്കാൻ വന്ന ടീമുകളുടെ എല്ലാ ടീമുകളുടെയും മധ്യനിര വളരെ ശക്തമാണ്. പക്ഷേ മധ്യനിരയ്ക്ക് കാലിടറുന്ന സമയത്ത് ടീമിന് മൊത്തം കാലിടറും എന്നുള്ള കാര്യം നമ്മൾ അർജൻറ്റീന കേപ്പ് വെർദെ മത്സരത്തിൽ കണ്ടു. ഈ റൗണ്ട് ഓഫ് 32 വരെ അർജൻറ്റീനയെ ശരിക്കും മുന്നോട്ട് നയിച്ചത് മെസ്സി ആയിരുന്നില്ല, അവരുടെ മിഡ്ഫീൽഡ് ത്രയമായിരുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായിട്ട് കേപ്പ് വെർദെക്കെതിരെ മത്സരത്തിൽ അവർ പാടയെ തകർന്നു പോയി, ശിഥിലമായി പോയി, ചിന്ന ഭിന്നമായി പോയി. കേപ്പ് വെർദെയുടെ പ്രത്യാക്രമണങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരു ഘട്ടത്തിലും തടയാൻ സാധിക്കുന്നില്ല. അവർ വളരെ സുന്ദരമായിട്ട് അർജൻറ്റീനയുടെ ബോക്സ് വരെ എത്തി വെടിയുതിർക്കുന്നു. അപ്പം അവരുടെ ഡിഫൻസീവ് റോൾ അവർ പാടെ തകർന്നു പോയി. ഇപ്പം ബ്രസീൽ എടുത്താലും ബ്രസീലിനും കടലാസിൽ വലിയ ശക്തരാണ്. ഗിമറസ് ഉണ്ട്, കാസിമിറോ ഉണ്ട്, പക്കേറ്റ ഉണ്ട്. അപ്പോൾ അവർ വളരെ സജീവമായിട്ട് കളിക്കുന്നു. ഈ ഫോം അവർക്ക് തുടരാൻ സാധിക്കുമോ
ഇപ്പം നോർവേ പോലത്തെ ഒരു ടീമിനെടുത്ത് തുടരാൻ സാധിക്കുമോ എന്നത് നമുക്ക് പിന്നെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബ്രസീലിന് ശരിയായിട്ട് ശക്തി എന്ന് പറഞ്ഞാൽ മധ്യനിരയില്ല അവരുടെ സ്ട്രൈക്കേഴ്സാണ്. ഈ സ്ട്രൈക്കേഴ്സും മധ്യനിരയും ഒത്തിണക്കത്തോടെ കൂടി കളിക്കുന്നുണ്ടെങ്കിലാണ് അവർ ശരിക്കും ഒരു വലിയൊരു പവറായി മാറുന്നത്. അവരുടെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഏറ്റവും പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ വിനീഷ്യസ് തന്നെയാണ്. പിന്നെ റയാൻ വളരെ ചെറുപ്പമാണ്, വളരെ വേഗതയിൽ കളിക്കുന്നതിന് റയാനുണ്ട്. പിന്നെ മാത്യൂസ് കുഞ്ഞ. ഇപ്പോൾ വിനീഷ്യസ് കുറച്ച് തളർന്നു പോയ സമയങ്ങളിലൊക്കെ മാത്യൂസ് കുഞ്ഞ നന്നായിട്ട് ഉണർന്നിട്ടുണ്ട്, ഗോളും നേടി. പക്ഷേ ഈ കഴിഞ്ഞ കളിയിൽ നമ്മൾ റൗണ്ട് ഓഫ് 32-ലൊക്കെ കുഞ്ഞയ്ക്ക് കാര്യമായിട്ട് കുഞ്ഞ ഒരു മാർക്ക് ചെയ്തു. അപ്പോൾ വിനീഷ്യസിനെ നന്നായിട്ട് മാർക്ക് ചെയ്യപ്പെടാനൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ കാസിമിറോ വിനീഷ്യസ് സഖ്യമൊക്കെ വളരെ സജീവമായാൽ, വളരെ ഫലപ്രദമായാൽ ശരിക്കും ബ്രസീലിന് പിന്നെ നോർവേയെ അട്ടിമറിക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. കടലാസ കണക്കൊക്കെ ഒരു പക്ഷേ കാറ്റിൽ പറന്നു പോയേക്കാം. നോർവേയുടെ ശക്തിയും അവരുടെ ആക്രമണമാണ്, ഹാലൻഡാണ് അവരുടെ ആക്രമണം. അപ്പം ബ്രസീലിന് ആക്രമിച്ചാൽ മാത്രം പോരാ, ഹാലൻഡിനെ പോലെ ഒരു പടക്കുതിര, ഒരു പിന്നെ ആകാശത്തെ പിടിച്ച് കിട്ടുക എന്നുള്ളൊരു ചുമതല കൂടി അവരുടെ മിഡ്ഫീൽഡിലുണ്ട്. കാരണം ഹാലൻഡിനെ നമ്മുടെ സ്വന്തം തേർഡ് വരെ ഡിഫൻസ് ലൈൻ വരെ കൊണ്ടുവരാൻ വരാൻ അനുവദിച്ചാൽ അത് ആത്മഹത്യാപരമാണ്. കാരണം ഹാലൻഡിൻ്റെ പ്രകൃതം നമുക്കറിയാം. ഹാലൻഡിനെ പോലെ ഒരു വേഗതയും ഉയരവും ഫിസിക്കും ഒക്കെ ഉള്ളൊരു കളിക്കാരൻ ഒരിക്കലും നമ്മുടെ ഡിഫൻസ് ലൈനിൽ വെച്ച് നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല. ഏരിയൽ ബോൾസ് ഒരിക്കലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഹാലൻഡിൻ്റെ അടുത്ത് പന്ത് തട്ടിയെടുക്കാം. അപ്പോൾ ഹാലൻഡിനെ പോലത്തെ ആളുകളെ മധ്യനിരയിൽ വെച്ച് തന്നെ തടയണം. അതിന് ശരിക്കും മിഡ്ഫീൽഡേഴ്സ് ഈ പന്ത് കൊടുത്താൽ മാത്രം പോരാ, തിരിച്ചു വരുന്ന പന്തുകൾ തടയുക എന്നുള്ളൊരു ചുമതല കൂടി, അധിക ചുമതല കൂടി അവർക്കുണ്ട്. അത് നന്നായിട്ട് കാസിമിറയ്ക്കൊക്കെ നിർവഹിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഗുമറസിനൊക്കെ നിർവഹിക്കാൻ സാധിച്ചാൽ ബ്രസീലിനൊരു മേൽക്കൈ നേടാം. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നിർണായകമാകുമെന്ന് വിചാരിച്ചിരുന്ന പ്ലെയർ നെയ്മറാണ് ബ്രസീലിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ വിനീഷ്യസിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും എനിക്ക് തോന്നുന്നു കളി മെനയുന്നത് അടക്കം വിനീഷിനെ മുൻനിർത്തിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ആൻസലോട്ടിയുടെ പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും നോർവേക്ക് വേണ്ടിയിട്ട്? പ്രത്യേകിച്ച് ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതി കഴിഞ്ഞിട്ട് ആൻസലോട്ടി കൊണ്ടുവന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് എൻട്രിക്കിനെ കൊണ്ടുവരുന്നതൊക്കെ വിജയത്തിൽ നിർണായകമായിരുന്നു. ഈ കളിയിൽ എന്തൊക്കെ പ്ലാനുകളായിരിക്കും കൊണ്ടുവരിക? ശരിക്കും ഒരു വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് ആൻസലോട്ടി ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ പിന്നെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു 4-1-2-3 എന്നുള്ള ഫോർമാറ്റിൽ കളിക്കുന്നു. അത് ചിലപ്പം പെട്ടെന്ന് തന്നെ മാറി 4-3-3 മാറുന്നു. വിനീഷ്യസിനെ വലത് വിങ്ങിൽ പ്രവേശിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടത് വിങ്ങിലേക്ക് മാറ്റുന്നു. അപ്പം വളരെ ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡായിട്ടുള്ളൊരു പിന്നെ ഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ബ്രസീൽ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ ഹൈഡ്രേഷൻ ബ്രേക്കുകളൊക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആൻസലോട്ടി. കാരണം പഴയ പോലെ 90 മിനിറ്റ് കളി പ്ലാൻ ചെയ്യുന്ന ഒരു സംവിധാനം മാറി. ഓരോ ഹൈഡ്രേഷൻ ബ്രേക്കും നമ്മൾ കണ്ടു, പെട്ടെന്ന് പെട്ടെന്നാണ് കളി മാറുന്നത്. ഹൈഡ്രേഷൻ ബ്രേക്കും സബ്സ്റ്റിറ്റ്യൂഷനുകളും വളരെ നിർണായകമാണ് ഈ കളികളിൽ. അപ്പം ആൻസലോട്ടിക്ക് ഇതുപോലെ വിനീഷ്യസിനെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും മത്സരം ഉണ്ടാവുക. കാരണം നെയ്മർക്ക് പരിക്ക് പൂർണ്ണമായിട്ട് ഭേദമാവാത്തത് കൊണ്ട് കഴിഞ്ഞ കളിയിലൊന്നും ഇറക്കിയിരുന്നില്ല. ഒരുപക്ഷെ ഇത് നിർണായക മത്സരമായതുകൊണ്ട് നെയ്മർ ഇറങ്ങുമായിരിക്കും. കാരണം സബ്ബായിട്ടെങ്കിലും 90 മിനിറ്റൊന്നും കളിക്കാൻ പിന്നെ നെയ്മർക്ക് സാധിച്ചൊന്നും വരില്ല. പക്ഷേ നെയ്മർ ഇറങ്ങിക്കഴിഞ്ഞാൽ നെയ്മർ ഒരുപാട് നീക്കങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. നെയ്മറുടെ ഒരു സാന്നിധ്യം ശരിക്കും പിന്നെ നോർവേയുടെ മിഡ്ഫീൽഡിനും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധത്തെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. നെയ്മർ ഉണ്ടെങ്കിൽ അത് ശരിക്കും വിനീഷ്യസിൻ്റെ മുകളിലുള്ള ഭാരവും കുറേ കുറയും. കാരണം വിനീഷ്യസിന് വൈഡറായിട്ട് കളിക്കാൻ സാധിക്കും. വൈഡറായിട്ട് കളിക്കാൻ സാധിച്ചാൽ ഈ പിന്നെ ഡിഫൻഡേഴ്സിന് അവിടെ കുറച്ചുകൂടി ചിതറിക്കാൻ വിനീഷ്യസിന് സാധിക്കും. അപ്പോൾ അവിടെ മാത്യൂസ് കുഞ്ഞയും നല്ല ഫോമിലാണെങ്കിൽ ആ കോമ്പിനേഷൻ വളരെ കറക്റ്റും. പിന്നെ എൻട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു അധികമൊന്നും പിന്നെ ആൻസലോട്ടി ഉപയോഗിക്കാത്തൊരു താരമാണ് എൻട്രിക്ക്. എൻട്രിക്ക് വളരെ ചടുലമായ, വളരെ വേഗതയിൽ നീക്കങ്ങൾ നടത്തുന്ന ഒരാളാണ്. വിങ്ങുകളും നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻട്രിക്കിനും ഇത്രയും ആയുധങ്ങളൊക്കെ ആൻസലോട്ടിയുടെ കയ്യിലുണ്ട്. അത് എത്രമാത്രം ആൻസലോട്ടി ഈ നോർവേക്കെതിരെ എടുക്കും എന്നുള്ളത് നമുക്ക് മത്സരത്തിന് പുരോഗതി അനുസരിച്ച് പിന്നെ പറയാൻ സാധിക്കും. അപ്പോൾ തുടക്കം മുതൽ തന്നെ ബ്രസീലിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ ഇത് പിന്നെ നെയ്മർക്ക് വീണ്ടും അടുത്ത ക്വാർട്ടറിലേക്ക് പിന്നെ വെക്കാം നെയ്മറെ. കാരണം കടുത്ത മത്സരം ഇനി അവരെ കാത്തിരിക്കുന്നേ ഉള്ളൂ. അഥവാ ഈ മത്സരം കടന്നുകൂടി നോർവേ മറികടന്നാൽ പിന്നെ അവിടെ ഒരു പക്ഷേ വരാനിരിക്കുന്നത് ഇംഗ്ലണ്ടായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഈ നെയ്മറെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു എന്തെങ്കിലും ട്രിക്കുകൾ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരു കളിക്കാരൻ എപ്പോഴും അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ഈ ടീമുകളിലൊക്കെ ഉണ്ട്. പലരും ഡിഫൻസീവ് തന്ത്രങ്ങൾ പയറ്റുന്ന സമയത്ത്, ലോ ലൈൻ ഡിഫൻസുകൾ പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ നിരന്തരം ആക്രമണം അയച്ചുവിട്ടുകൊണ്ടോ പൊസഷൻ ഗെയിം കളിച്ചതുകൊണ്ടോ കാര്യമില്ല. അത് അർജൻറ്റീനയുടെ കളിയെ കണ്ടു. അർജൻറ്റീനയ്ക്ക് എത്ര പൊസഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മിഡ്ഫീൽഡ് ശരിക്കും ഭാവനാ ദാരിദ്ര്യം, ഈ മതിലിനെ തുളയ്ക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അവർക്ക് ഒരു വഴി കാണാതെ ഉഴറുകയായിരുന്നു ശരിക്കും ഈ 90 മിനിറ്റും. അപ്പോൾ മെസ്സിക്ക് പോലും ഇത്ര ഒരു മാജിക്കൽ മെസ്സി അവിടെ ഉണ്ടായിട്ട് പോലും മെസ്സിക്കും അവിടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തെടുത്ത് ഇവിടെ പിളർത്താൻ സാധിക്കുന്നില്ല. പല തന്ത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പിന്നെ അർജൻറ്റീന പയറ്റി നോക്കി. പിന്നെ മെസ്സിയുടെ ഒരു മെസ്സി ആയതുകൊണ്ട് ഒരു സ്കോറിംഗ് മികവ് ഉള്ളത് കൊണ്ടാണ് കിട്ടിയ അവസരങ്ങൾ ഗോളാക്കാനൊക്കെ അവർക്ക് സാധിച്ചത്. ശരിക്കും അർജൻറ്റീന കേപ്പ് വെർദെ മത്സരം എടുത്തു നോക്കിയാൽ ഈ പ്രതിരോധത്തെ ഭേദിക്കേണ്ട ഒരു ഭാവനയൊന്നും അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ ഒരു പക്ഷേ ബ്രസീലിനും പിന്നെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതേ പ്രശ്നം ഒരു പക്ഷേ ബ്രസീലിനെ നേരിടാം. ഈ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള അവരുടെ പ്രധാന ആയുധങ്ങളിലൊന്ന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണുന്നത്. കാരണം ഗ്രൗണ്ടിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കാൻ ശേഷിയുള്ള, ഡ്രിബ്ലിംഗ് ശേഷിയൊക്കെ ഉള്ള വിനീഷ്യസോ നെയ്മറൊക്കെ പിന്നെ വേണം. അവരുടെ സാന്നിധ്യം വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ആൻസലോട്ടിയുടെ പ്ലാനിൽ പ്രധാനമായിട്ടൊരു പങ്ക് ശരിക്കും വിനീഷ്യസിനാണ്. സത്യത്തിൽ വിനീഷ്യസ് അടുത്ത നെയ്മറായി കഴിഞ്ഞു.
നെയ്മർ ഉള്ള സമയത്ത് തന്നെ നെയ്മറുടെ ഒരു പകരക്കാരൻ അല്ലെങ്കിൽ നെയ്മറുടെ ഒരു സിംഹാസനത്തിലേക്ക് വന്നു കഴിഞ്ഞു വിനീഷ്യസ്. ശരിക്കും നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചാൽ, ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നോക്കിയാൽ ഇതല്ല യഥാർത്ഥ വിനീഷ്യസ് ഇനിയും പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. വിനീഷ്യസ് പരിക്കിൽ നിന്നൊരു 100% മുക്തനാവാത്തത് കൊണ്ടായിരിക്കാം റയലിൽ കാണുന്ന പല മാച്ചുകളും പല നീക്കങ്ങളും ശരിക്കും ബ്രസീലിയൻ നിരയിൽ കണ്ടിട്ടില്ല. വിനീഷ്യസ് ശരിക്കും കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് കളിച്ചാൽ, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഈ വളരെ എളുപ്പത്തിൽ തന്നെ ഈ എതിർ പ്രതിരോധത്തെ ഭേദിക്കാൻ സാധിക്കും. പക്ഷെ അത് നിർബന്ധമാണ്. ഈ നെയ്മർ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും ഒരു അല്പം കൂടിയും ഒരു 10-20% കൂടി അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവർ പുറത്തേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ബ്രസീലിന് ഇനിയും മുന്നേറണമെന്നുണ്ടെങ്കിൽ. മികച്ച ഒരു ടാക്ടീഷ്യനാണ് ആൻസലോട്ടിയുടെ ടീമിനെതിരെ കളിക്കുമ്പോൾ നോർവേ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കാം ഇന്ന് പുറത്തെടുക്കുക? തന്ത്രങ്ങളേക്കാൾ നോർവേ ആശ്രയിക്കുക അവരുടെ ഒരു ആകാശവുമാണ്. അത് മറ്റൊരു ടീമുകൾക്കും ഇല്ലാത്തൊരു ആകാശവും അവർക്ക് സ്വന്തമാണ്. നമ്മളെപ്പോഴും വേണ്ടത് എന്താ? നമ്മുടെ അസറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്, നമ്മുടെ കയ്യിലുള്ള ആയുധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇല്ലാത്തൊരു ആയുധത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരുടെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ എർലിംഗ് ഹാലൻഡാണ്. ഹാലൻഡിനെ മുൻനിരയിൽ നിർത്തി കഴിഞ്ഞാൽ അത് മതി അവർക്ക്, ബാക്കി എല്ലാ അവരുടെ പോരായ്മകളും മാഞ്ഞു പോകാൻ. കാരണം അവർ അത്ര ഒരുപാട് വലിയ താരങ്ങൾ, സൂപ്പർ താരങ്ങളൊന്നുമുള്ള ടീമല്ല. പക്ഷേ എല്ലാ സൂപ്പർ താരങ്ങളെയും കൂടിയും ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ അതെന്തായി? അത് ഹാലൻഡായി. പ്രതിരോധ ഭിത്തിക്ക് മുന്നിൽ ഹാലൻഡ് ഉണ്ടെങ്കിൽ ഏത് ടീം മുന്നേറി കളിക്കും. ഇപ്പം മാർക്കിനോസും പിന്നെ ഒക്കെ ഒരുപാട് മുന്നേറി കളിക്കുന്നതാണ് ബ്രസീലിൻ്റെ പ്രതിരോധ നിരക്കാർ. പക്ഷേ ഹാലൻഡിനെ പോലത്തെ ഒരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ കണ്ണടച്ച് ആക്രമിക്കും? ഒരിക്കലും സാധിക്കില്ല. അപ്പം ആക്രമിക്കേണ്ട പിന്നെ പരിപൂർണ്ണ ചുമതല മിഡ്ഫീൽഡർമാർക്കും. അങ്ങനെ 10 താരങ്ങളെയും മുന്നോട്ട് കയറ്റി ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നടത്താനൊന്നും ബ്രസീലിന് ഒരിക്കലും സാധിക്കില്ല. അതിന് സാധിക്കാതിരിക്കാൻ കാരണം എന്താ? ഹാലൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ കുറേ നോർവേയുടെ പ്രതിരോധത്തിനും അവരുടെ ഡിഫൻസിനും ഒരുപാട് പണി കുറഞ്ഞു കിട്ടി. ആ പണി കൂടി ശരിക്കും പറഞ്ഞാൽ ഹാലൻഡ് ആക്രമണം കൊണ്ട് പ്രതിരോധിക്കുന്നുണ്ട്. ഹാലൻഡ് അവിടെ സജീവമായിട്ട് നിലയുറപ്പിക്കുക, അവിടെ നന്നായി കളിക്കുകയോ ചെയ്താൽ ഹാലൻഡിനെ മാർക്ക് ചെയ്യാൻ 2-3 ബ്രസീലിയൻ താരങ്ങൾ വേണം. വളരെ ഫിസിക്കൽ ഗെയിം കളിക്കാൻ കഴിയുന്ന ആളാണ്, ഏരിയൽ ബോൾസൊക്കെ അനായാസം കളിക്കാൻ കഴിയുന്ന ആളാണ്, ഗംഭീരമായി സ്പ്രിൻറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് ഹാലൻഡ്. അപ്പോൾ ഹാലൻഡിനെ മെരുക്കാൻ ബ്രസീൽ ശ്രദ്ധ ചെലുത്തിയാൽ അവിടെ ക്യാപ്റ്റൻ ഒഡേഗാർഡിന് സ്പേസ് കിട്ടും, വൈഡറായിട്ട് കളിക്കാൻ പറ്റും, ന്യൂസയ്ക്ക് കളിക്കാൻ സാധിക്കും. അപ്പം ഹാലൻഡ് അവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ തന്ത്രം മുഴുവൻ ഹാലൻഡിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഹാലൻഡിനെ അമിതമായിട്ട് ബ്രസീൽ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, കൂട്ടാൻ ശ്രമിച്ചാൽ ഈ ഒഡേഗാർഡിനും ന്യൂസയ്ക്കൊക്കെ വളരെ അനായാസമായി കളിക്കാനും ഹാലൻഡിലേക്ക് പന്ത് എത്തിക്കാനും സാധിക്കും. അവിടെ ഹാലൻഡിലേക്ക് പന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടു. ഹാലൻഡ് കളിച്ച 2 കളികളിലും ഹാലൻഡ് ഇരട്ട ഗോളുകൾ നേടി. അപ്പോൾ ഹാലൻഡിൻ്റെ സ്കോറിംഗ് മികവിനും നമുക്ക് അതിനിപ്പോൾ താരതമ്യങ്ങളില്ല. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചർച്ച ചെയ്ത ലെജൻഡുകൾക്കൊക്കെ അപ്പുറത്താണ് ഹാലൻഡിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഹാലൻഡിനെ മുൻനിർത്തി തന്നെ ആയിരിക്കും ശരിക്കും നോർവേയുടെ തന്ത്രങ്ങൾ. ഈ മത്സരം നമ്മൾ പറഞ്ഞു ഹാലൻഡ് വിനീഷ്യസ് അല്ലെങ്കിൽ ഹാലൻഡ് നെയ്മർ മത്സരമായിരിക്കുമോ എന്നൊക്കെ അതായിരിക്കും നമ്മൾ കാണാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു പക്ഷേ മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ തലക്കെട്ട കഥയായിരിക്കും ഹാലൻഡ് വേഴ്സസ് വിനീഷ്യസ്. പക്ഷേ സത്യത്തിൽ ഹാലൻഡ് വേഴ്സസ് വിനീഷ്യസ് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. അത് മാർക്കിന്യോസ് വേഴ്സസ് ഹാലൻഡ് ആയിരിക്കും. കാരണം ഈ ഹാലൻഡിനെ തടയാനുള്ള ചുമതല ഈ മാർക്കിന്യോസിനാണ്. അതിനെ മറികടക്കാൻ എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മെസ്സി വേഴ്സസ് വസീനിയ എന്ന് പറഞ്ഞു. അതുപോലെ മാർക്കിന്യോസ് വേഴ്സസ് ഹാലൻഡ് ഒരു പോരാട്ടമായിരിക്കും. അല്ലാണ്ട് ഒരു വിനീഷ്യസ് ഹാലൻഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹാളണ്ടിലേക്ക് വരുമ്പോൾ ഹാളണ്ട് ഒരു കരിയർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു കരിയർ നമുക്ക് കാണാൻ പറ്റും, സ്റ്റാറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം നിർണായകമാകാം ഹാലൻഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഹാരൽഡ് ഹെയർഫെയർ എന്ന് പറഞ്ഞിട്ടൊരു രാജാവാണ്, നോർവേയുടെ ആദ്യത്തെ രാജാവാണ്. ഈ ഹാരൽഡ് ഹെയർഫെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചെറു രാജ്യങ്ങളൊക്കെ തനിച്ച് വെട്ടിപ്പിടിച്ച് നോർവേ ഇന്ന് നമ്മൾ കാണുന്ന നോർവേക്ക് രൂപം കൊടുത്ത രാജാവാണ്. മറ്റൊരു പ്രത്യേകത ഉണ്ട്, കാമുകിക്ക് വേണ്ടിയാണ് ഈ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നത്. കാരണം ഈ രാജാവായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹെയർ ഒരു പ്രതിജ്ഞ എടുത്തു, ഈ രാജ്യം വെട്ടിപ്പിടിച്ച് രാജാവാകുന്നത് വരെ ഞാൻ എൻ്റെ മുടി നീട്ടും, എന്നിട്ടേ മുടി വെട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫെയർ ഹെയർ എന്നുള്ളൊരു പേര് വന്നത്. ഹെയറും ഹാലൻഡും തമ്മിൽ വളരെ സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നും. ഈ മുടിയാണ്, ഈ ഹാരൽഡ് ഹെയർഫെയറിനെ പോലെ മുടിയാണ് സത്യത്തിൽ ഹാലൻഡിന് ഒരു ട്രേഡ് മാർക്ക്. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചും ഇതുപോലെ മുടി അലങ്കാരമായി കൊണ്ടു നടന്നതാണ്. ഇബ്രാഹിമോവിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മുടി ഒരിക്കലും വെട്ടരുന്ന് ഹാലൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, മുടിയാണ് നിൻ്റെ ശക്തി, അപ്പോൾ ഈ മുടിയിലാണ് ഈ ശക്തി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെയർഫെയറും ഇതുപോലെ ഈ മുടിയുടെ ശക്തിയിലാണ് കൊണ്ടു നടന്നത്. രാജ്യം കീഴടക്കിയ ശേഷമാണ് മുടി മുറിച്ചിരിക്കുന്നത്. മറ്റൊരു സാമ്യം എന്താണെന്ന് വെച്ചാലും തനിച്ച് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച ആളാണ് ഈ ഹാരൽഡ് രാജാവ്. അതേ തന്നെയാണ് ഹാലൻഡിൻ്റെ അവസ്ഥയും. ഹാലൻഡിന് മുൻഗാമികളില്ല. നോർവേക്ക് ആരുടെ പാരമ്പര്യം അവകാശപ്പെടാനുള്ളത്? ഇപ്പോൾ ഡെൻമാർക്കിനുണ്ട്, ഇംഗ്ലണ്ടിനുണ്ട്, സ്കോട്ട്ലൻഡിനുണ്ട്. പക്ഷേ നോർവേക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, ഒരു പ്രതിഭാശാലി, ഒരു മുൻഗാമിയില്ല. ഹാലൻഡ് തനിച്ച് വെട്ടിപ്പിടിച്ചതാണ് ഇപ്പം ഇന്ന് കാണുന്ന നോർവേയുടെ ഈ പ്രതാപം എന്ന് പറഞ്ഞാൽ. ഈ ലോകകപ്പിൽ ഇവർ നേടിയിരിക്കുന്ന മുന്നേറ്റം ഹാലൻഡ് തനിച്ചാണ്. ഒറ്റയ്ക്ക് രാജ്യം വെട്ടിപ്പിടിച്ച ഒരു രാജകുമാരനാണ് ഹാലൻഡ്. അതിന് സമാനതകളില്ല. അപ്പോൾ ഇതുവരെയുള്ള അവരുടെ മുന്നേറ്റം, ഈ പ്രീ ക്വാർട്ടർ വരെയുള്ള നോർവേയുടെ മുന്നേറ്റം എത്ര കാലത്തിന് ശേഷം, 10-28 വർഷത്തിന് ശേഷമാണ് അവരിങ്ങനെ ഈ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. യൂറോ കപ്പിൽ അവരുടെ മുന്നേറ്റം കണ്ടു. ഇതൊക്കെ കാരണക്കാരനാണ് ഒരൊറ്റ ആളാണ്, ഒരൊറ്റ രാജാവാണ്, അത് ഈ ഹാലൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം ഈ ഹാലൻഡിൻ്റെ കഥയ്ക്കുണ്ട്.
53 കളിയിൽ നിന്നാണ് 60 ഗോളുകൾ നേടിയിരിക്കുന്നത് ഹാലൻഡ്. നോർവേയുടെ ഓൾ ടൈം ഗോൾ സ്കോറർ ആണെന്നുള്ള ഒരു അത്ഭുതമല്ല. പക്ഷേ ഈ 53 കളിയിൽ നിന്ന് 60 ഗോൾ നേടിയ വേറൊരു കളിക്കാരനില്ല യൂറോപ്പിലെ, ലോകത്തിലെ എവിടെയില്ല. ഇത്രയും ഗംഭീരമായ ഫിനിഷറാണ് ഹാലൻഡ്. അതുപോലെ ഏറ്റവും വേഗതയിൽ 50 ഗോൾ തികച്ച മോഡേൺ ഫുട്ബോളിലെ ഒരു താരമാണ്. 46 കളികളെ വേണ്ടി വന്നിട്ടുള്ളൂ ഹാലൻഡിന് 50 ഗോൾ തികയ്ക്കാൻ. അപ്പോൾ നമ്മളത് താരതമ്യം ചെയ്യേണ്ടത് ശരിക്കും മെസ്സിയും എംബാപ്പയൊക്കെ ആയിട്ടാണ്. മെസ്സിയും ക്രിസ്ത്യാനോയും നമുക്ക് വിടാം, കാരണം അവർ പ്രായമുള്ള കളിക്കാരാണ്. ഈ യുവ താരങ്ങൾ എടുത്ത് നോക്കിയാൽ ശരിക്കും ഹാലൻഡിൻ്റെ യഥാർത്ഥ എതിരാളി എംബാപ്പയാണ്. പക്ഷേ ഈ ഗോൾ സ്കോറിങ്ങിൻ്റെ ഈ നേട്ടത്തിൻ്റെ പട്ടിക എടുത്താൽ വളരെ മുൻപിലാണ് ഹാലൻഡ്. കാരണം 25 വയസ്സിലാണ് ഹാലൻഡ് 60 ഗോൾ തികച്ചത്. എംബാപ്പെ 27 വയസ്സിലാണ്. അതുപോലെ ആ നേട്ടം 60 ഗോൾ നേടാൻ 100 മത്സരം വേണ്ടി വന്നു എംബാപ്പയ്ക്ക്. ഹാലൻഡിന് 53 മത്സരം വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നോർവേ കളിക്കുന്ന എല്ലാ കളികളും ഹാലൻഡ് ഗോൾ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർവേയുടെ ഗോളുകൾ മുഴുവൻ അടിക്കുന്നത് ഹാലൻഡാണ്. അത് വലിയൊരു റെക്കോർഡാണ്. ഈ എതിരാളികൾ ശരിക്കും ഭയക്കുന്ന കാര്യം അതാണ്. പിന്നെ ഹാലൻഡിനെ നിങ്ങൾ തളച്ചാൽ എല്ലാം തീർന്നു ഹാലൻഡ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാലൻഡിനെ പൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. പക്ഷെ അത്ര എളുപ്പത്തിൽ പൂട്ടാവുന്ന ആളല്ല ഹാലൻഡ്. കാരണം അത് മറ്റ് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഹാലൻഡിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഹൈറ്റാണ്. 6'5" എന്നുള്ള ഹൈറ്റാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അത്രയും വലിയ, അതും ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഒരാൾ, ആ സ്ട്രൈക്കറെ നിങ്ങൾക്ക് ഫിസിക്കൽ ഗെയിം കൊണ്ട് ഒരിക്കലും തടയാൻ സാധിക്കില്ല. പിന്നെ ഹൈറ്റ്, ഏരിയൽ ബോൾസിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. കോർണർ ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും വലിയ ലോബുകളാണെങ്കിലും ഹാലൻഡിനെ മറികടന്ന് ആ പന്ത് പിടിച്ചെടുക്കാൻ ഒരു ഡിഫൻഡർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ വാൻഡേക്കൊക്കെ വേണം. വാൻഡേക്കിന് പിന്നെ അതിനോട് ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം വേഗത, സ്പ്രിൻറ്റ് സ്പീഡാണ്. ഇത് വലിയ കാലുകളും വലിയ സ്പീഡും കൂടി ആണെങ്കിൽ 60 മീറ്റർ ഹാലൻഡ് ഓടുന്നത് 6.6 സെക്കൻഡിലാണ്. പിന്നെ 60 മീറ്റർ ബൊറൂസിയയ്ക്ക് വേണ്ടി ഒരു മത്സരത്തിൽ 60 മീറ്റർ ഓടിയിരിക്കുന്നത് 6.64 സെക്കൻഡിലാണ്. ശരിക്കും ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഉസൈൻ ബോൾട്ടിനോട് മത്സരിക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും വേഗതയിൽ സ്പ്രിൻറ്റ് ചെയ്യുന്ന ഒരാളെ തടയാൻ ഏത് വിങ്ങർക്ക് സാധിക്കും, ഏത് ഡിഫൻഡർക്ക് സാധിക്കും? ഇപ്പം നോർവേയുടെ പ്രധാനമായിട്ട് ആയുധം അവരുടെ കൗണ്ടർ അറ്റാക്കുകളായിരിക്കും ഉറപ്പാണ്. ഈ കൗണ്ടർ അറ്റാക്കിൽ ഈ മധ്യനിരയിൽ നിന്ന് പന്ത് കെട്ടിയിട്ട് ഈ 6.6 ഇത്രയും സെക്കൻഡിലൊക്കെ കുതിക്കുന്ന ഒരു ഹാലൻഡിനെ നിങ്ങൾ എങ്ങനെ തടയും? ഇതാണ് ബ്രസീൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ പല ടീമുകളും പരാജയപ്പെടുന്നുണ്ട്. ഈ ഹാലൻഡ് ഇത് പെട്ടെന്ന് കൈവരിച്ചതല്ല. കാരണം കുട്ടിക്കാലത്ത് അത്ലറ്റിക്സിൽ തുടങ്ങിയ ആളാണ്, ഓട്ടത്തിലും ചാട്ടത്തിലും തുടങ്ങിയ ആളാണ്. പിന്നീട് ബാഡ്മിൻ്റൺ, അങ്ങനെ ഹാലൻഡ് കളിക്കാത്ത കളികളില്ല. അതുപോലെ സംഗീതം, സ്വന്തമായിട്ടൊരു 2 കൂട്ടുകാരെ വെച്ച് സ്വന്തമായിട്ട് സംഗീത ട്രൂപ്പൊക്കെ തുടങ്ങിയ ആളാണ്. ഈ കളിയിൽ താളം ശരിക്കും ഇതൊക്കെ അടങ്ങിയതാണ്. ഈ സംഗീതത്തിൻ്റെ ഒരു താളവും ഈ ഒരു അത്ലറ്റിക്സിലെ ഒരു സ്പ്രിൻറ്റ് വേഗതയും എല്ലാം അടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഹാലൻഡിൻ്റെ ഒരു മുന്നേറ്റം. അപ്പോൾ അത് ഇതുപോലത്തെ കളിക്കാരും വേറെ ഇല്ല. അത്ര സുന്ദരമാണ്. കാരണം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നൊരു കളിക്കാരാണ് ഹാലൻഡ്. ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. ഈ ഹാലൻഡിൻ്റെ പന്ത് കിട്ടിയാൽ നീക്കങ്ങൾ മാത്രമല്ല, അതിന് പുറമേയുള്ള ഭാവഹാവാദികൾ, ശരിക്കും ഒരുപാട് മീമുകളൊക്കെ വന്നു ഹാലൻഡിൻ്റെ മുടിയും ചിരിയും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നൊരു കളിക്കാരനാണ്. കാണികളെ എൻ്റർടൈൻ ചെയ്യും, പക്ഷേ എതിരാളികളെ അങ്ങനെയല്ല, ഡിമോളിഷ് ചെയ്യുന്നൊരു കളിക്കാരനാണ്. അപ്പം ഹാലൻഡിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എതിരാളികളെ ചിന്ന ഭിന്നമാക്കാവുന്ന എല്ലാ പവറുമുള്ള, എല്ലാ വെടിമരുന്നും കാലിലും തലയിലും വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലസീവ് മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞാൽ ഹാലൻഡ്. പിന്നെ ഹാലൻഡിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ എംബാപ്പയോ മെസ്സിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഹാലൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് ആരും നോർവേയിലില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് രാജ്യം വെട്ടിപ്പിടിച്ചൊരു രാജാവാണ് ഹാലൻഡെന്ന്. ശരിക്കും അതാണ് ഗ്രൗണ്ടിൽ അതാണ് അവസ്ഥ. ഹാലൻഡിന് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം നോർവേ ടീമിലില്ല. ഒഡേഗാർഡൊക്കെ ഉണ്ടെങ്കിലും അത്രയും വലിയൊരു സപ്പോർട്ടില്ല. ഹാലൻഡ് കാരണം ഒഡേഗാർഡിന് കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ മെസ്സിക്കോ അല്ലെങ്കിൽ എംബാപ്പയ്ക്കോ അങ്ങനെയല്ല. ഇപ്പം മെസ്സിക്ക് അവിടെ ഡീപോളോ, മെക്കാലിസ്റ്ററോ, എൻസോ ഫെർണാണ്ടസോ, ലൗട്ടറോ മാർട്ടിനോസ് ഒക്കെ ഉണ്ട്. അതുപോലെ എംബാപ്പയുടെ കാര്യം എടുത്താൽ അവിടെ ഒലീസയുണ്ട്, ഡെമ്പലെ ഉണ്ട്. അവർക്കൊക്കെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അവരും തളർന്നാൽ കളിക്കാൻ ആളുണ്ട്, അവരെ കളിപ്പിക്കാൻ ആളുണ്ട്. ഹാലൻഡിന് അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്ക് വന്നവനാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി പിടിച്ചവനാണ്. അപ്പോൾ ഒറ്റയാനാണ്. ഒറ്റയാനം മെരുക്കുക എന്ന് പറഞ്ഞാൽ അത് കാടറിയുന്നവർക്കറിയാം. ഒറ്റയാനം മെരുക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഒറ്റയാനെ തളയ്ക്കാൻ വാരിക്കുഴിയാണോ മയക്കുപിടിയാണോ ആൻസലോട്ടി കരുതി വെച്ചതെന്ന് നമുക്കറിയില്ല. അതിനെ ആശ്രയിച്ചിരിക്കും ബ്രസീലിൻ്റെ ഭാവി. അതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒറ്റയാൻ കാട് കീഴടക്കും, നാട്ടിൽ കയറും, നാടും കീഴടക്കും.